നമുക്ക് എന്തായാലും തുടങ്ങാം. ഇന്നൊരു മാക്സിമം ഒരു 1 hour 1:30 മാക്സിമം 1:30 hour ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേര് ക്ലാസ് കുറെ കേട്ടിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. കാരണം നമ്മൾ IOയുടെ കോച്ചിങ്ങിനും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് കോണ്ടാക്ട് ക്ലാസ്സിലും ഓൾമോസ്റ്റ് എടുത്ത ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ഒരു റിവിഷനായിട്ടൊന്ന് പോവുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ ഇത് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത സ്ക്രീൻ കാണാലോ അല്ലേ? ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് ആണ്. ഹലോ, ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ബേസിക് മെക്കാനിക്കലിൽ നിന്നും ജനറലി 2 ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് IC എഞ്ചിനും പവർ പ്ലാന്റും. അപ്പോൾ മൊത്തം 5 ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതിനകത്ത് 3 ക്വസ്റ്റ്യൻ IC എഞ്ചിൻ ആയിരിക്കും, 2 ക്വസ്റ്റ്യൻ പവർ പ്ലാന്റ് ആയിരിക്കും. നമുക്ക് മോഡലായിട്ട് നമുക്ക് കഴിഞ്ഞ 2016 സമയത്ത് നടന്ന എക്സാമിൻ്റെയും അതുപോലെ തന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടന്ന ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മുടെ മുമ്പിൽ മോഡലായിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം പാറ്റേൺ എങ്ങനെയായിരുന്നു? 3 ക്വസ്റ്റ്യൻ IC എഞ്ചിൻ, 2 ക്വസ്റ്റ്യൻ പവർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ പ്ലാന്റിൻ്റെ 2 ക്വസ്റ്റ്യനും വളരെ ഈസി ആയിരിക്കും. IC എഞ്ചിൻ്റെ ഹലോ കേൾക്കാമല്ലോ അല്ലേ? എന്തെങ്കിലും പ്രോബ്ലം ഓഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത് ചെയ്തിട്ട് പറയുക. പിന്നെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പ് നമ്മുടെ ലിങ്കിൽ നിന്ന് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ നിന്നും എക്സിറ്റ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ IC എഞ്ചിനിൽ ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഡെപ്തിലായിരിക്കും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈലിന് ചോദിക്കുന്ന ലെവലിലുള്ളൊരു ക്വസ്റ്റ്യനാണ് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ 5 മാർക്കിൽ പക്ഷേ 3 മാർക്ക് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. നമ്മളിപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിൻ്റെ ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് അധികം സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയും വേണ്ട. നമ്മൾ ഇത്രയും നോട്ട്സ് അല്ലെങ്കിൽ ഇത്രയും ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 3 മാർക്ക് 5ൽ 3 മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. അതിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണതും നമുക്ക് നഷ്ടമാണ്. കാരണം 60% മാർക്ക് നമുക്ക് നിങ്ങളുടെ കോർ സബ്ജക്ട്സിലും ബാക്കി 20 മാർക്ക് നമ്മുടെ മാത്സിലും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്സിനും ബാക്കിയുള്ള സബ്ജക്റ്റിനും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ദെൻ ആരെങ്കിലും ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ജനറലി വരുന്ന ജസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബട്ട് ഇലക്ട്രിക്കൽ പോളിടെക്നിക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇത്, കംപ്രഷൻ റേഷ്യോന് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്, ഒരുപാട് എക്സാമുകൾക്ക് പല രീതിയിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫങ്ഷൻസ് ഓഫ് ഫ്ലൈ വീല്, അതിൻ്റെ കമ്പോണൻസ്, ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഇത് പവർ പ്ലാന്റിൽ നിന്നാണ്, ടർബൈൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇതിന് ഞങ്ങളൊരു ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, ലീദു സാർ എടുത്തൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തം 5 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. 2 ക്വസ്റ്റ്യൻ പവർ പ്ലാന്റും 3 ക്വസ്റ്റ്യൻ IC എഞ്ചിനും. അടുത്തത് ഈസി ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ഇതിനകത്ത് എഞ്ചിനിന്റെ ക്വസ്റ്റ്യൻ, എഞ്ചിനിന്റെ കംപ്രഷൻ റേഷ്യോ. ഇവിടെ നമുക്ക് കംപ്രഷൻ റേഷ്യോ അവിടെ ഒരു വാല്യൂ ആണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഡെഫിനിഷൻ ആണ്. അതുപോലെ തന്നെ പവർ പ്ലാന്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനത് എടുത്തില്ല, ജസ്റ്റ് ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോണിക്സിന് ചോദിച്ചത്. തെർമൽ എഫിഷ്യൻസിയുടെ ഒരു കമ്പാരിസൺ, 2 ടൈപ്പ് എഞ്ചിന്റെ കമ്പാരിസൺ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അതിന്റെ എന്താണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ അവിടെ ഉണ്ട് ഇതിനകത്ത് IC എഞ്ചിനിലെ. അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജനറലി ഈ പവർ ട്രാൻസ്മിഷൻ ഏരിയയിൽ നിന്നാണ് ഏറ്റവും ഒരുപാട് വാസ്റ്റ് ആണ് ഈ ഏരിയ. IC എഞ്ചിൻ വർക്കിംഗ്, ബേസിക് കമ്പോണൻസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന ടോപ്പിൽ തന്നെ വരും. ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഈ പവർ ട്രാൻസ്മിഷനിലാണ്. അതൊരു കോർ ഓട്ടോമൊബൈൽ ഫീൽഡാണ്.
അപ്പോൾ അതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആണ് ആ ടോപ്പിക്ക്. അപ്പോൾ നമുക്കതിനകത്ത് ജനറൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോവുക. അതിനകത്ത് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ പവർ പ്ലാന്റിൽ നിന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പവർ പ്ലാന്റിന്റെ ക്വസ്റ്റ്യൻസ് ഇത് രണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ് ഈ 2 ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനറൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഓക്കെ. ഷിജു ഐ ക്യാൻ ഹിയർ. ബിൻസി എക്സിറ്റ് ചെയ്തു, ഒന്നുകൂടെ ഓക്കെ. ഷിജു ഓക്കെ, തൃശ്ശൂർ എന്നുള്ള അല്ലേ ഷിജു? ഓക്കെ. അതെന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഫുൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് പോപ്പപ്പ് ആയിട്ട് വരുന്നില്ല, കുറച്ച് ലാഗിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇത് ചെയ്താൽ മതി, വാട്സാപ്പിൽ ഒന്ന് ഇട്ടാൽ മതി. ഷിജു ജോയിൻ ചെയ്തല്ലോ അല്ലേ? തിരിച്ച് ജോയിൻ ചെയ്തു സർ, എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കേൾക്കാം. അങ്ങനത്തെ ഇത് വരുവാണെങ്കിൽ ചിലപ്പോൾ റേഞ്ചിന്റെ ആയിരിക്കാം, എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് ഇട്ടാൽ കേട്ടോ. ഓക്കെ. ദെൻ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ബേസിക്സ് തൊട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ ആൾക്കാർക്ക് നല്ല രീതിയിൽ മിക്കവാറും ഇത് കേട്ട് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു റിവിഷൻ പോലെ ഇതൊന്ന് ഇത് എടുക്കുക. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാമോ? ഇത് പഴയ സ്ക്രീനിലാണ്. ഇത് കാണാലോ അല്ലേ? ഐസ് എഞ്ചിൻസ് ആണ്. ഇത് സ്ക്രീൻ കാണാലോ? വിസിബിൾ ആണല്ലോ? ഹലോ, ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ. നെറ്റിന്റെ ബാക്കി ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഇല്ല സർ, ലോഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ. അത് ഒരു ആനിമേഷൻ കിടക്കുന്നുണ്ട്. സോറി. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് കാണാലോ? ഇല്ല സർ. ആർക്കും കാണുന്നില്ല? ഇല്ല, ലോഡിംഗ് തന്നെയാണ്. കാണുന്നില്ലേ സർ? കാണുന്നില്ല. ഓക്കെ, ഈ പ്രസന്റേഷൻ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? പ്രസന്റേഷൻ ഇത് കാണുന്നുണ്ടല്ലോ? ഓക്കെ. നിങ്ങളിത് അതിനകത്ത് സ്ലൈഡിന്റെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. കംപ്ലീറ്റ് ക്ലാസിന്റെ സ്ലൈഡ് ഉണ്ട്, അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കിട്ടി. ഓക്കെ. എല്ലാവരും കാണാലോ അല്ലേ? നമ്മുടെ സിലബസ് ഇതാണ്. 2 പാർട്ടാണ്. ഞാൻ ആദ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമ്മൾ പിന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഇതിന്റെ വേരിയസ് കമ്പോണൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബേസ് വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ജസ്റ്റ്
ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിങ്ങിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് പാർട്ടാണ് കുറച്ച് ഞാൻ പറഞ്ഞ വാസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. അതായത് ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇതെല്ലാം പവർ ട്രാൻസ്മിഷൻ ഏരിയയിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് മാത്രമായിട്ട് നമുക്ക് പോവാം. കാരണം ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. നമുക്കൊരു 3 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ആദ്യത്തെ, അതായത് ഫങ്ഷൻസ് ഓഫ് ഫ്ലൈവീലിന് തൊട്ട് മുമ്പ് വരെയുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കിട്ടും ഇതിനകത്ത്. ബാക്കി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പവർ ട്രാൻസ്മിഷനിൽ നിന്നും ജനറലി ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. നിമിഷ കേൾക്കുന്നില്ല. ബാക്കിയുള്ളവർക്ക് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. അതെ, കേൾക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ആനിമേഷൻ കാണാലോ അല്ലേ? ഓക്കെ. ഇതിനകത്ത് 2 ഡിഫറെന്റ് എൻജിൻസിന്റെ ആനിമേഷൻ ആണിത്. ഫസ്റ്റ് വൺ ഈസ് എ 4 സ്ട്രോക്ക് എൻജിൻ, സെക്കൻഡ് വൺ ഈസ് എ 2 സ്ട്രോക്ക് എൻജിൻ. അപ്പോൾ ഇതിനകത്ത് നമ്മളിതിൻ്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഐസ് എഞ്ചിൻ. ഐസ് എഞ്ചിൻ്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ ആണ് 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ബേസിക് കമ്പോണൻസ്, എനർജി ട്രാൻസ്ഫർ, എന്താണ് ഇതിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്താണ്, വേരിയസ് ടെർമിനോളജീസ് എന്താണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബേസിക് പാർട്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ ബേസിക് ടെർമിനോളജിയുടെ പാർട്ടാണ് ഈ കംപ്രഷൻ റേഷ്യോ, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പാർട്ടാണ് കംപ്രഷൻ റേഷ്യോ. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് വരും. അപ്പോൾ ബേസിക്കലി ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺവേർട്സ് തെർമൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. സോ ഈ ഹീറ്റ് എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബൈ ബേണിങ് എ ഫ്യൂവൽ. അപ്പോൾ ഒരു ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുന്ന ഹീറ്റ് എനർജി വെച്ചിട്ട് നമ്മൾ എന്താക്കിനകത്ത് നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കിനകത്ത്. ഇവിടെ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ആയിട്ടാണ് നമുക്ക് മെക്കാനിക്കൽ എനർജി കിട്ടുന്നത്. ഇതിൻ്റെ വേരിയസ് സ്ട്രോക്സ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി അത് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു മെഷീനും നമുക്ക് എന്തെന്ന് പറയാം? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയാം. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ 2 രീതിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഉണ്ട്. അതായത് ഒരു കൺഫൈൻഡ് സ്പേസിനകത്ത് കമ്പഷൻ നടക്കുകയാണെങ്കിൽ അതിനാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുക. ഒരു എക്സ്റ്റേണൽ സ്പേസിലാണ് കമ്പഷൻ നടക്കുന്നതെങ്കിൽ, ഫ്യൂവൽ ബേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്നാണ് പറയുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പവർ പ്ലാന്റ്, നമ്മൾ സ്റ്റീം, നമുക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് അവിടെ ടർബൈനാണ്. ഒരു സ്റ്റീം ടർബൈനാണ് നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടർബൈനാണ്. പക്ഷെ നമ്മൾ ഹീറ്റ് എനർജി എവിടെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫർണസിലാണ് നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജി വെച്ചിട്ട് ബോയിലറിൽ സ്റ്റീം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എഞ്ചിൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുക. ഈ പോയിന്റും ഒന്ന് ഓർത്തിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എഞ്ചിൻ പാർട്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, വർക്കിങ്, അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഉണ്ട്, അങ്ങനെയുള്ള കുറേ അക്സസറീസ് ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഫസ്റ്റ് സിലബസ്, ആ സിലബസിലെ ഐസ് എഞ്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇത്രയും സാധനങ്ങളിൽ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കവർ ചെയ്യും. ഓക്കെ, നമ്മളൊരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് മെക്കാനിക്സാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ നമുക്കിനി മീറ്റിംഗ് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് എക്സ്പയർ ആവും ലിങ്ക്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ഒന്ന് ശ്രദ്ധിക്കുക, ആ ലിങ്കിൽ തന്നെ ഒന്നുകൂടി റീജോയിൻ ചെയ്യുക. കേട്ടല്ലോ അല്ലേ? ഓക്കെ സാർ. നിമിഷ റീജോയിൻ ചെയ്തോ? നിമിഷ, അനീറ്റ എന്ന് പറഞ്ഞ ആളുണ്ടോ? അനീറ്റ
ഹലോ ഉണ്ട് സർ, ഉണ്ട്. ഓക്കെ. നിമിഷ ജോയിൻ ചെയ്തിട്ട് ഓക്കെ ജോയിൻ ചെയ്തായിരുന്നു, പക്ഷേ കേൾക്കാൻ പറ്റുന്നില്ലാന്ന് പറയുന്നു. ആണോ? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ബാക്കി കുഴപ്പമില്ല, എനിക്ക് കണക്ഷൻ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് നോക്കൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ഒരു IC എഞ്ചിൻ്റെ ബേസിക് എലമെന്റ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ തൊട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഇതൊരു സിലിണ്ടറിക്കൽ എലമെന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സിലിണ്ടർ എന്ന് തന്നെയാണ്. ഇതൊരു എഞ്ചിൻ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പോർഷനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് എഞ്ചിൻ സിലിണ്ടർ. ഇതൊരു സിലിണ്ടറിക്കൽ ഹോളോ പാർട്ടാണ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നോട്ട് ഉണ്ട് ഇതിന്റെ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു വർക്കിങ്ങിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നെക്സ്റ്റ് കമ്പോണന്റ് പിസ്റ്റൺ ആണ്. എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന വേറൊരു സോളിഡ് സിലിണ്ടറിക്കൽ കമ്പോണന്റ് ആണ്. ഒരു സോളിഡ് സിലിണ്ടറിക്കൽ കമ്പോണന്റ് ആണ് പിസ്റ്റൺ. ഇത് ഫിക്സഡ് ആയിട്ടുള്ള സിലിണ്ടറിനുള്ളിൽ സ്ലൈഡ് ചെയ്യും. ഈ പിസ്റ്റണിൽ നിന്നും ഒരു ലോങ് റോഡ് പോകുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് കണക്റ്റിംഗ് റോഡ്. ഈ കണക്റ്റിംഗ് റോഡ് ഒരു ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ കിട്ടാനുള്ള ഏതൊരു സിലിണ്ടറിക്കൽ കമ്പോണന്റിനെ നമുക്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ഇതിനെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാൻ കാരണം ബേസിക്കലി ഈ ഒരു എലമെന്റ് ആണ് നമുക്കറിയാം അല്ലെ, ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൽ ഒരു എസെൻട്രിക് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ഇതിനെ സെപ്പറേറ്റ്ലി പറയുന്ന വേറൊരു പേരാണ് ക്രാങ്ക്. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഈ സാധാരണ ഷാഫ്റ്റ് എന്ന് പറയുന്ന സിലിണ്ടറിക്കൽ ഇതാണ്. അപ്പോൾ അതിനകത്തൊരു എസെൻട്രിക് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് പറയുക. അപ്പോൾ മൊത്തത്തിൽ ഈ യൂണിറ്റിനെ പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ പിസ്റ്റൺ ഇവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ റൊട്ടേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്? ബൈ യൂസിങ് ദിസ് കണക്റ്റിംഗ് റോഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഒരു ബേസിക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, പല എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ മോഷൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് പിസ്റ്റണിൽ നിന്നും ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് മൂവ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന റോഡാണ് കണക്റ്റിംഗ് റോഡ്. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റോഡാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ കമ്പോണൻസ് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വർക്കിങ്ങിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ ഇതിനകത്ത് കുറച്ച് ടെർമിനോളജി പഠിക്കാനുണ്ട്. അപ്പോഴേക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ ഇത് നോക്കൂ, കണക്റ്റിംഗ് റോഡും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് റോഡും ക്രാങ്കും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പിൻ ജോയിൻസ് ആയിരിക്കും. ഈ പിന്നിന്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിന്നിന്റെ പേര് ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഇതാണ്. ഈ കണക്റ്റിംഗ് റോഡും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്യുന്ന പിന്നിന് പറയുന്ന പേരാണ് ഗഡ്ജിയൻ പിൻ. ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗഡ്ജിയൻ പിൻ ഓർ റിസ്റ്റ് പിൻ. ഈ പേര് മറന്നു പോകരുത്. ഇത് എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗഡ്ജിയൻ പിൻ ഓർ റിസ്റ്റ് പിൻ. പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന പിൻ ജോയിൻ. അടുത്തത് കണക്റ്റിംഗ് റോഡും ക്രാങ്കും തമ്മിൽ ആ പേര് തന്നെയുണ്ട്, ക്രാങ്ക് പിൻ എന്നാണ് ഇതിന് പറയുക. ക്രാങ്ക് പിൻ. ഓക്കെ, ഈ രണ്ട് ടേംസ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഇതിന്റെ മെക്കാനിസത്തിലുള്ള എലമെന്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. സിലിണ്ടർ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്, ഒരു ഹോളോ കമ്പോണന്റ് ആണ്. അതിനുള്ളിൽ ഒരു സോളിഡ് സിലിണ്ടറിക്കൽ എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഈ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് കണക്റ്റിംഗ് റോഡ്. ക്രാങ്ക് ഷാഫ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കണക്റ്റിംഗ് റോഡാണ് ഈ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കുന്നത്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന പിൻ ജോയിൻസ്. അപ്പോൾ കണക്റ്റിംഗ് റോഡും പിസ്റ്റണും തമ്മിലുള്ള പിന്നാണ് ഗഡ്ജിയൻ പിൻ ഓർ റിസ്റ്റ് പിൻ. കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള പിന്നാണ് ക്രാങ്ക് പിൻ. ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മളിതിന്റെ ബേസിക് മെക്കാനിസത്തിന്റെ എലമെന്റ്സ് ഇത്രയാണ്. ഇനി ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ഫ്യൂവൽ കൺഫൈൻഡ് സ്പേസിൽ നമ്മളൊരു ഫ്യൂവൽ ബേൺ ചെയ്യും. അതൊരു കംപ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷറിലായിരിക്കും നമ്മൾ അതിനെ ബേൺ ചെയ്യുന്നത്.
സോ ആ ഹൈ പ്രഷർ ഗ്യാസ് ഇതിനെ പുഷ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇത് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യാനുള്ള എനർജി നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫ്യൂവല് പ്രൊവൈഡ് ചെയ്യും. ആ ഫ്യൂവല് ബേൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഹൈ പ്രഷർ ഗ്യാസ് ഇതിനെ പുഷ് ചെയ്തോളും. പക്ഷെ ഇതെങ്ങനെ തിരിച്ചു വരും? അപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു കമാൻഡാണ് ഇതിന്റെ എൻഡിൽ എന്തുണ്ട്? ഫ്ലൈ വീൽ ഉണ്ട്. ഒരു ലാർജ് ഡിസ്ക് ആണിത്, വേറെ ഒന്നുമില്ല, ചുമ്മാ ഒരു ലാർജ് ഡിസ്ക് ആണ്. നിങ്ങളൊരു സാധാരണ ഒരു കാറ്റാടി പോലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാറ്റാടി നമ്മൾ ചുമ്മാ ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ചുമ്മാ കുറേ നേരം കിടന്ന് കറങ്ങിക്കോളും. അതായത് നമ്മൾ വൺസ് നമ്മൾ കൊടുത്തൊരു സാധനം പവർ എന്ത് ചെയ്യും? അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കണ്ടിന്യൂസ് ആയിട്ട് കിടന്ന് കുറച്ച് സമയം കറങ്ങും. അതേ പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ ഈ ഫ്ലൈ വീലിൽ. അതായത് ഈ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയിൽ ഒരു പാർട്ട് എന്ത് ചെയ്യും? ഈ വലിയ ഡിസ്ക്, ഈ ഫ്ലൈ വീൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. ബാക്കി തിരിച്ചു പോരാനുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സിന് വേണ്ട എനർജി മുഴുവൻ ആരാണ് പിന്നെ തിരിച്ചു കൊടുക്കുന്നത്? ഈ ഫ്ലൈ വീലാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം ആൻഡ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കേട്ടിട്ടുള്ളതും ഫെമിലർ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ മെയിനായിട്ട് ഈ രണ്ട് പിന്നിൻ്റെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൈ വീലിൻ്റെ ഫംഗ്ഷൻ, ഫ്ലൈ വീൽ എന്താ ചെയ്യുന്നത് നമുക്കൊരു നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഈ ഓരോ സ്ട്രോക്ക് വൈസ് നമ്മൾ പറയും. അതായത് നമുക്ക് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി, അതിനകത്ത് ഒരു പോർഷൻ എന്ത് ചെയ്യും? ഈ ഫ്ലൈ വീല് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എനർജി സ്റ്റോറിങ് എന്നുള്ളതാണ് ഒരു പ്രൈമറി ഫംഗ്ഷൻ ഫ്ലൈ വീലിൻ്റെ. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ. ദെൻ ഇതിൻ്റെ ടെർമിനോളജീസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ്. നിങ്ങൾ ഇതിനകത്തുള്ള ലെങ്തും അവിടെ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, വേറെ ഒന്നുമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ. ഒന്ന്, നമ്മളിപ്പോൾ പിസ്റ്റൺ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ പിസ്റ്റണ് രണ്ട് എക്സ്ട്രീം പൊസിഷൻ ഉണ്ട്. അതായത് സപ്പോസ് ഈ സ്മോളസ്റ്റ് പാർട്ടാണല്ലോ നമ്മൾ ക്രാങ്ക് എന്ന് പറഞ്ഞ പാർട്ട്. ഈ എ ലെങ്ത് ഉള്ള സാധനമാണ് എന്ത്? നമ്മൾ ക്രാങ്ക് എന്ന് പറഞ്ഞ പാർട്ട്. ഈ പാർട്ടാണ് എന്ത്? കണക്റ്റിംഗ് റോഡ്. ഞാൻ അതിനെ CR എന്ന് എഴുതുവാണേ, കണക്റ്റിംഗ് റോഡ്. സോ ഈ ക്രാങ്ക് 0 ഡിഗ്രിയിലാവുമ്പോൾ ഈ പിസ്റ്റൺ എവിടെയായിരിക്കും? പിസ്റ്റൺ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും. അപ്പോൾ ഈ പോയിന്റിന് പറയുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ. ഓക്കെ, ഈ പേര് മറന്നു പോകരുത്. TDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, നിമിഷ റീജോയിൻ ചെയ്തോ? ഹലോ, ഓക്കെ, ഇത് കണക്റ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പൊസിഷനാണ് എന്ത്? ടോപ്പ് ഡെഡ് സെന്റർ. ടോപ്പ് ഡെഡ് സെന്റർ. അതുപോലെ തന്നെ ഇത് 0 ഡിഗ്രിയിൽ നിന്ന് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് 180 ഡിഗ്രിയിലെത്തി. സോ പിസ്റ്റൺ എവിടെ എത്തും? ഇതിൻ്റെ ബോട്ടം ഡെഡ് സെന്ററിൽ. ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിലുള്ള എക്സ്ട്രീം പോയിന്റ്, BDC, ബോട്ടം ഡെഡ് സെന്റർ. നമുക്ക് ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറൊരു രീതിയിലാണ്. നമുക്കത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. എഞ്ചിന്റെ ഈ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ എഞ്ചിൻ. വെർട്ടിക്കൽ എഞ്ചിൻ, അതായത് എഞ്ചിൻ ആക്സിസ് നമ്മൾ വെർട്ടിക്കലായിട്ട് വെക്കുന്നതിന് പറയുന്ന പേരാണ്, ഇതിനാണ് വെർട്ടിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കൽ എഞ്ചിനിലാണ് എക്സ്ട്രീം പൊസിഷന് പറയുന്ന പേരാണ് TDC, BDC. ഇത് മറന്നു പോകരുത്. ഇത് ഓക്കെ, നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. ഇത് കാണാലോ അല്ലേ? സ്ക്രീൻ കാണാമോ? കാണുന്നുണ്ട്. കാണാം സർ. ഓക്കെ, അപ്പോൾ ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഈ രണ്ട് പിസ്റ്റന്റെ രണ്ട് എക്സ്ട്രീം പൊസിഷൻ, TDC, BDC, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്റർ,
ഈ പേര് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു വെർട്ടിക്കൽ എഞ്ചിന്റെ കേസിലാണ്. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീം പൊസിഷന് ഇടയ്ക്കുള്ള പിസ്റ്റന്റെ ട്രാവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ട്രോക്ക് എന്ന് പറയുക. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പിസ്റ്റൺ ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ. അതായത് രണ്ട് എക്സ്ട്രീം പൊസിഷൻ ഇടയ്ക്ക് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുക. ഓക്കെ. ഓർ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയും. ഓക്കെ. ഈ പേര് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് വീണ്ടും ആവശ്യം വരും. ഇനി ഈ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുക. ഈ ബി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ബോർ ആണ്. സിലിണ്ടറിന്റെ ഇന്നർ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുക. ഓക്കെ. ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഉണ്ട്. ഞാൻ അതിനകത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എഴുതി പോകുന്നില്ല. ഇതിന്റെ ക്ലിയർ നോട്ട് ഉണ്ട്, PPT-യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഇതിന്റെ ഇൻസൈഡ് ഡയമീറ്ററിനാണ് ബോർ എന്ന് പറയുക. ഇനി ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുന്ന വോളിയത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറയുക, VD. അതായത് TDC തൊട്ട് BDC വരെയുള്ള സിലിണ്ടർ വോളിയത്തിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വോളിയം. ഡിസ്പ്ലേസ്മെന്റ് വോളിയം. ഈ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ചെറിയൊരു ഡെഫിനേഷനിലേക്ക് വരും. ഇനി നോക്കൂ, ഈ സിലിണ്ടറിന്റെ കംപ്ലീറ്റ് പോർഷൻ പിസ്റ്റൺ മൂവ് ചെയ്യില്ല. ഇപ്പൊ ഇവിടെ ഒരു ക്ലിയറൻസ് കിടക്കും. അപ്പൊ ഈ ക്ലിയറൻസ് സ്പേസിന് പറയുന്ന പേരാണ് സിംപ്ലി ക്ലിയറൻസ് വോളിയം. ഓക്കെ. ഇത്രയും ടേംസ് ആണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ്, ഒരു പിസ്റ്റൺ ഒരു എക്സ്ട്രീം പൊസിഷൻ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നോക്കൂ. അതൊരു 180 ഡിഗ്രിയിലായിരിക്കും ആ ട്രാവൽ. അതായത് 0 to 180 മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ എവിടെ വരെ എത്തും? TDC തൊട്ട് PDC വരെ എത്തും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് വേറെ എക്സ്ട്രീം പൊസിഷനിലെത്തും. 180 to വീണ്ടും 0 ഡിഗ്രി, അതായത് മൊത്തം 360 റൊട്ടേഷൻ ആയി. അപ്പൊ 360 റൊട്ടേഷൻ ആകുമ്പോഴത്തേക്കും എന്താവും? BDC to TDC അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തും. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ്. അതുപോലെ തന്നെ ഇതിന്റെ വേരിയസ് വോളിയംസ്. ഓക്കെ. അത് ഈ കൊളാബറേറ്റീവ് ഇതാണ്. നിങ്ങൾ ആ ഒരു ബോർഡ് എന്ന് വെച്ചാൽ ഹോസ്റ്റിനും പാർട്ടിസിപ്പൻസിനും ജസ്റ്റ് കൊളാബറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ അൺനെസറി ഒന്ന് സ്ക്രീനിലൊന്ന് എന്തെങ്കിലും ചെയ്യാവുന്നിരിക്കുക, എന്തെങ്കിലും നോക്കണേ. ഓക്കെ. ഇപ്പൊ ഇത്രയും ടേം ക്ലിയർ ആയല്ലോ? ക്ലിയർ. ക്ലിയർ ആണ് സർ. സർ ഒരു ഡൗട്ട്, സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് TDC മൈനസ് BDC അല്ലേ? TDC തൊട്ട് BDC വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് ഡിസ്റ്റൻസ് അല്ലേ? വോളിയത്തിന് ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്നും പറയും. അതെ, അത് അന്നേരം സെറ്റ് ചെയ്ത ആ വോളിയത്തിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വോളിയം, അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരാണ് സെപ്റ്റ് വോളിയം. ഒന്ന് ഓർത്തിരിക്കണം. നമുക്കൊരു ഡെഫിനിഷൻ ഇത് വെച്ചിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത അറേഞ്ച്മെന്റ് ആണ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്. അതായത് എഞ്ചിൻ സിലിണ്ടർ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഈ ആക്സിസ് പാരലൽ ആക്കി വെക്കും. എഞ്ചിൻ സിലിണ്ടറിന്റെ ആക്സിസ് പാരലൽ ആക്കി വെക്കും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ TDCക്ക് പകരം നമ്മൾ യൂസ് ചെയ്യണത് ഇന്നർ ഡെഡ് സെന്റർ എന്നാണ്. IDC ആണ്. ഇന്നർ ഡെഡ് സെന്റർ. ഞാൻ ആ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന്റെ ഡിഫറൻസ് പറയാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ. ഇതിന് BDCക്ക് പകരം നമ്മൾ പറയുക ഔട്ടർ ഡെഡ് സെന്റർ ആണ്. ഈ പേര് ഒന്ന് ഓർത്ത് വെക്കുക. ഔട്ടർ ഡെഡ് സെന്റർ ആണ് ODC. ഇത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ഹൊറിസോണ്ടൽ എഞ്ചിന്. പക്ഷേ ഈ ഒരു ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് നമ്മളൊരു വെർട്ടിക്കൽ എഞ്ചിനിൽ നമ്മൾ പറയുന്നത് അതിന് ടി ഡി സിയിൽ നിന്നും ബി ഡി സി നിന്നുമാണ്. ഒരു ഹൊറിസോണ്ടൽ എഞ്ചിനിൽ നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ഡി സിന്നും ഒ ഡി സി നിന്നുമാണ്. ഇന്നർ ഡെഡ് സെന്ററിനും ഔട്ടർ ഡെഡ് സെന്ററിനുമാണ്. ഇത്രയും ടെർമിനോളജീസ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിലത് വരുന്നുണ്ട്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ വെർട്ടിക്കൽ പൊസിഷനും ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിൻ പ്ലേസ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് പറയുന്നത്. അതെ, നമ്മൾ എഞ്ചിൻ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, എഞ്ചിനിൽ സിലിണ്ടർ നമുക്ക് ഈ രീതിയിൽ വെർട്ടിക്കലിയും വെക്കാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലിയും വെക്കാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഹലോ, രണ്ടിനും എന്തെങ്കിലും അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ സ്പേസിന്റെ യൂട്ടിലൈസേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. പിന്നെ നമുക്ക് പവർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ സാധാരണ ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം നമ്മൾ എന്താണ് വെർട്ടിക്കൽ എഞ്ചിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഓക്കെ സർ, IV EV എന്ന് പറയുന്നത് എന്താ? അത് പറയാം. അത് ഞാൻ ഇതിലേക്ക് എത്തുമ്പോൾ അടുത്ത കമ്പൗണ്ട് വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അതായത് നമ്മൾ ഇതിനകത്തേക്ക് ഫ്യൂവല് ഇൻടേക്ക് എടുക്കാനായിട്ട്, വർക്കിംഗ് പറയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. ഫ്യൂവല് ഇൻടേക്ക് എടുക്കാനായിട്ട് ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് പുറത്തേക്ക് കളയാനായിട്ടുള്ള എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. അപ്പോൾ IV എന്ന് പറയുന്നത് ഇൻലെറ്റ് വാൽവ് ആണ്, EV എന്ന് പറയുന്നത് എക്സോസ്റ്റ് വാൽവ് ആണ്. ഓക്കെ, ഇത് ഫ്യൂവല് ഇൻടേക്കിനുള്ളതാണ്. നമ്മളത് വർക്കിംഗ് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടുന്ന് വരാം. അതായത് നമ്മൾ ക്ലിയറൻസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യണത് എന്തിനാണ്? ആക്ച്വലി ഈ പിസ്റ്റൺ ഈ സിലിണ്ടർ മൊത്തം സെറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മൾ വാൾസ് മൗണ്ട് ചെയ്യണത് പല രീതിയിൽ മൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. സാധാരണ രീതിയിൽ ഇതിന്റെ ടോപ്പിലാണ്. ഈ ടോപ്പ് പോർഷനിൽ പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, സിലിണ്ടർ ഹെഡ്. അതായത് സിലിണ്ടർ ഇങ്ങനെ ഒരു ഹോളോ പാർട്ട് ആയിരിക്കും, ഇതൊരു ഹോളോ പാർട്ട് ആയിരിക്കും. ഈ ഹോളോ പാർട്ടിനെ കവർ ചെയ്തിട്ട് ഒരു കവറിങ് പ്ലേറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഒരു കവറിങ് പ്ലേറ്റ് ഉണ്ടാവും. ആ കവറിങ് പ്ലേറ്റിന് പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ്. ഇതിനകത്ത് ഗ്യാസസ് ലീക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്യാസ്കറ്റ്, അതായത് നമ്മളൊരു വാഷർ പോലെ ഒരു ഗ്യാസ്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ടെർമിനോളജീസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് ഡെഡ് സെന്റേഴ്സ്, എന്താണ് സ്ട്രോക്ക്? നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഫിഗർ വെച്ചിട്ട് തന്നെ പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്യാൻ അയച്ചേക്കാം, PPT ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് ഈ ബോർ ടു സ്ട്രോക്ക് വെച്ചിട്ട് ഒരു ഇതിന്റെ റേഷ്യോ വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഷോർട്ട് സ്ട്രോക്ക് ഓർ ഓവർ സ്ക്വയർ എഞ്ചിൻ, സ്ക്വയർ എഞ്ചിൻ ആൻഡ് ലോങ് സ്ട്രോക്ക് ഓർ അണ്ടർ സ്ക്വയർ എഞ്ചിൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബോർ ടു സ്ട്രോക്ക് റേഷ്യോ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കണം. ബോർ ടു സ്ട്രോക്ക് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ. അതായത് ഇതിനകത്ത് എന്ത് വരും? ബോറ് സ്ട്രോക്കിനെ കഴിഞ്ഞും വലുതായിരിക്കും. അതായത് നോക്കൂ, ഇതാണ് നമ്മുടെ ബോറ് അല്ലേ, ഇതാണ് നമ്മുടെ ബി. ഈ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എസ്. ബോർ ഈസ് ഹയർ ദാൻ സ്ട്രോക്ക്. അപ്പം അങ്ങനത്തെ എഞ്ചിൻസിന് പറയുന്ന പേരാണ് ഷോർട്ട് സ്ട്രോക്ക് ഓർ ഓവർ സ്ക്വയർ എഞ്ചിൻ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് ഈ ബോറും ഇതിന്റെ ഇന്നർ ഡയമീറ്ററും സ്ട്രോക്കും ഈക്വൽ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോങ് സ്ട്രോക്ക് ഓർ സ്ക്വയർ എഞ്ചിൻ. സ്ക്വയർ എഞ്ചിൻ B/X = 1. ബോർ ടു സ്ട്രോക്ക് റേഷ്യോ = 1. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ, ഇനി ലോങ് സ്ട്രോക്ക് ആണ്. അത് പേര് തന്നെയുണ്ട്. എന്തായിരിക്കും? സ്ട്രോക്ക് വലുതാണ് അല്ലേ, ഈ സ്ട്രോക്ക് വലുതാണ്, ബോറ് ചെറുതാണ്. അപ്പോൾ ബോർ ടു സ്ട്രോക്ക് റേഷ്യോ എന്തായി മാറും? <<1 ആണ്. ഓക്കെ, കാരണം സ്ട്രോക്കാണ് വലുത്. അതിന് പറയുന്ന പേരാണ് ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ഓർ അണ്ടർ സ്ക്വയർ എഞ്ചിൻ. ഈ ഡെഫിനിഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഇതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റ് ഇതിന്റെ ഡെഫിനിഷനിൽ നിന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബോർ ടു സ്ട്രോക്ക് റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ് സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണേ.
നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഇത്. ഞാൻ പറഞ്ഞ ഗഡ്ജിയൻ പിൻ ഇതെല്ലാം തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. എൻജിൻ പിസ്റ്റൺ ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിന് പറയുന്ന പേരാണ് എന്ത്, സിലിണ്ടർ ഹെഡ്. ഈ സിലിണ്ടർ ഹെഡിൽ നോക്കൂ, നമുക്ക് സ്പാർക്ക് കൊടുക്കാനുള്ള സ്പാർക്ക് പ്ലഗ്, നമ്മളിത് വർക്കിംഗ് കൂടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ മൗണ്ട് ചെയ്യുന്ന കുറച്ച് അക്സറീസ് ഉണ്ട്. സ്പാർക്ക് പ്ലഗ്, ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ, അതായത് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഗ്യാസോലിൻ എഞ്ചിൻ ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ സ്പാർക്ക് കൊടുത്തിട്ടാണ് ബേൺ ചെയ്യുന്നത്. ഇനി ഡീസൽ എഞ്ചിനിൽ നമ്മൾ ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ എഞ്ചിൻ ആയിരിക്കും. നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മൗണ്ട് ചെയ്യുന്നത് ഏതർ സ്പാർക്ക് പ്ലഗ് ഓർ ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും. പിന്നെ എന്താണ്, ഇത് നോക്കൂ, 2 വാൽവുകൾ, അതായത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. ഇത്രയും സാധനം എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്? നമ്മൾ സിലിണ്ടറിന്റെ ഏറ്റവും ടോപ്പ് പോർഷനായ സിലിണ്ടർ ഹെഡിലാണ് മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, TDC BDC നമ്മൾ പറഞ്ഞു, ക്ലിയറൻസ് വോളിയം നമ്മൾ പറഞ്ഞു, സിലിണ്ടർ നമ്മൾ പറഞ്ഞു, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ് നമ്മൾ പറഞ്ഞു. ഇത് പിന്നിന്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഗഡ്ജിയൻ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റണും ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇതിനെയാണ് ഇവിടെ ഒരു പേര് കൂടി ഉണ്ടേ, ഇതിന് പറയുന്ന പേരാണ് സ്മോൾ എൻഡ്. ഇതിന് പറയുന്ന പേരാണ് സ്മോൾ എൻഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, അതായത് സ്മോൾ എൻഡിൽ കണക്ട് ചെയ്യുന്ന പിൻ ഏതാണ്? അതായത് സ്മോൾ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണക്റ്റിംഗ് റോഡും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ സ്മോൾ എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന പിൻ ഏതാണ്? ഗഡ്ജിയൻ പിൻ. ഇതിന് പറയുന്ന പേരാണ് ബിഗ് എൻഡ്. ഈ പേരും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, കണക്ട് ചെയ്യുന്ന പോർഷൻ വെച്ചിട്ട് സ്മോൾ എൻഡിൽ കണക്ട് ചെയ്യുന്ന പിൻ ഏതാണ്, അല്ലെങ്കിൽ ബിഗ് എൻഡിൽ കണക്ട് ചെയ്യുന്ന പിൻ ഏതാണ്. ഓക്കെ, അപ്പോൾ കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്നത്. പിസ്റ്റൺ റിംഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഈ പിസ്റ്റൺ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സെപ്പറേറ്റ്ലി പറയാം. അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെയാണ് ഇട്ടിട്ടുണ്ട്. കാരണം അതിനകത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ഇതിനകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ കമ്പോണൻസിലേക്ക് വരുമ്പോൾ. ഞാൻ ഇത്രയും ഇതിൻ്റെ ഒരു ബേസിക് കമ്പോണൻസ്, ബേസിക് ടെർമിനോളജീസ് ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ സർ, സ്മോൾ എൻഡും മറ്റേ ക്രാങ്ക് പിൻ വരുന്ന പിന്നിന് പറയണ എൻഡ് എന്താണ്? ബിഗ് എൻഡ്. ലോങ് ബിഗ് എൻഡ്. ഓക്കെ, ബിഗ് എൻഡ്. അതായത് ഈ കണക്റ്റിംഗ് റോഡിന്റെ ഏറ്റവും ലാർജസ്റ്റ് പോർഷൻ ആണ് ഇവിടെ വന്നത്. ഏറ്റവും കണക്റ്റിംഗ് റോഡിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പോർഷൻ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കണക്റ്റിംഗ് റോഡ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് സ്മോൾ എൻഡിനും ബിഗ് എൻഡിനും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മനസ്സിലാക്കി ഒന്ന് പോയാൽ മതി. നമുക്കിതിന്റെ ബേസിക് വർക്കിങ്ങിലേക്കാണ്. ഇതിനകത്തു നിന്നുള്ളൊരു ചില പോർഷനിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ ഇത് ബേസിക് എഞ്ചിൻ ഡിസൈൻ 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ, റോട്ടറി എഞ്ചിൻ. അതായത് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ്. റോട്ടറി എഞ്ചിനിൽ റൊട്ടേറ്റിംഗ് കമ്പോണന്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ മെയിൻലി നമ്മൾ IC എഞ്ചിൻ, അതായത് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിലാണ് നമ്മൾ ഇതിന്റെ ടോപ്പിക്ക് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫ്യൂവൽ യൂസ്ഡ്, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഗ്യാസോലിൻ എഞ്ചിൻ. ദെൻ നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ. അതായത് നമുക്ക് എന്താണ് ഒരു സൈക്കിൾ? ഒരു എഞ്ചിൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂവൽ ഇൻടേക്ക് ഉണ്ട്. ആ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് നമുക്ക് പവർ കിട്ടും. ദെൻ ആ കമ്പസ്റ്റൻ നടക്കുന്നത് എവിടെയാണ്? ഒരു കമ്പസ്റ്റൻ സ്പേസ്, ഒരു എന്താണ്, ഒരു കൺഫൈൻഡ് സ്പേസിലാണ്. അപ്പൊ നമുക്ക് ആ എക്സോസ്റ്റ് പുറത്ത് വേണം. ആ എക്സോസ്റ്റ് പുറത്തേക്ക് കളയും, വീണ്ടും ഫ്രഷ് എടുക്കും, അല്ലേ? അപ്പോൾ ഒരു ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്ത് പവർ കിട്ടി, എക്സോസ്റ്റ് നടന്നു. ഇത്രയും പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്ട്രോക്കിലാണെങ്കിൽ അതിനെ 4 സ്ട്രോക്ക് എഞ്ചിനും, 2 സ്ട്രോക്കിലാണെങ്കിൽ അതിന് 2 സ്ട്രോക്ക് എഞ്ചിനും പറയും. ഒരു മേജർ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കംപ്ലീറ്റ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യുന്നത് സ്ട്രോക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. എത്ര പിസ്റ്റൺ മൂവ്മെന്റിലാണ്? 4 പിസ്റ്റൺ മൂവ്മെന്റിലാണെങ്കിൽ അതിനെ 4 സ്ട്രോക്ക് എന്നും, 2 പിസ്റ്റൺ മൂവ്മെന്റിലാണെങ്കിൽ അതിനെ 2 സ്ട്രോക്ക് എഞ്ചിനും പറയും.
ഹലോ, ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ. ദെൻ അടുത്തത് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ടേക്കിംഗ് ദ ഫ്യൂവൽ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നമ്മളിപ്പോൾ ചില ഫ്യൂവലിനെ നമ്മൾ എക്സ്റ്റേണലി സ്പാർക്ക് കൊടുത്തിട്ട്, അതായത് ഒരു ഇലക്ട്രിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും, നമ്മൾ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേൺ ചെയ്യുന്നത്. അതിനാണ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചില ക്വസ്റ്റിൽ അങ്ങനെ ആയിരിക്കും വരിക, SI എഞ്ചിൻ എന്ന് പറയും കേട്ടോ. ഓർത്തിരിക്കുക, ക്വസ്റ്റിനിൽ കണ്ടു കഴിഞ്ഞാൽ സംശയിക്കേണ്ട. അത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനാണ് അതിനൊരു എക്സാമ്പിൾ. അടുത്തത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിൻ ആണ് അതിന് എക്സാമ്പിൾ. അതായത് CI എഞ്ചിൻ എന്ന് പറയും. ഓക്കെ. ഇത് പെട്രോൾ മാത്രമല്ല, നമ്മുടെ ഗ്യാസലിൻ എഞ്ചിൻസ് എല്ലാം സ്പാർക്ക് ഇഗ്നിഷൻ ആയിരിക്കും. പെട്രോൾ എഞ്ചിൻ, ഗ്യാസലിൻ എഞ്ചിൻ അതെല്ലാം സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആയിരിക്കും. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എക്സാമ്പിൾ ഡീസൽ എഞ്ചിനാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് തെർമോഡൈനാമിക് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സുകളെല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് വെച്ചിട്ട് ഏത് സൈക്കിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓട്ടോ സൈക്കിൾ, ഇതിന് പറയുന്ന വേറൊരു പേരാണ് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ. അതായത് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളാണ് നമ്മൾ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനാണ്. ഇതെല്ലാം നമ്മളൊരു ബേസിക് സ്റ്റാൻഡേർഡ് തെർമോഡൈനാമിക് സൈക്കിളുകളാണ്. ആ പ്രോസസ്സുകൾ നമ്മളിപ്പോൾ സക്ഷൻ ഉണ്ട് അല്ലേ, എന്നിട്ട് അതിനെ കംപ്രസ് ചെയ്യും, എന്നിട്ട് ബേൺ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് എക്സോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് കിട്ടുക. ഇങ്ങനെ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് കിട്ടുക. സക്ഷൻ, കംപ്രഷൻ, ബേണിങ്, അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യും, പിന്നെ എക്സോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഞാനിപ്പോൾ റഫായിട്ട് അങ്ങ് വരച്ചാലോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ പല പ്രോസസ്സ് വെച്ചിട്ട് ഒരു സൈക്കിളായിട്ട് അസ്യൂം ചെയ്യും. അതിനകത്തൊരു സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. അപ്പോൾ ഇതിനകത്ത് രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകൾ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. ടു കോൺസ്റ്റന്റ് വോളിയം ആൻഡ് ടു ഐസെൻട്രോപിക്. പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇതിനകത്തേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഐസെൻട്രോപിക്, ഇത് ചോദിക്കാൻ തന്നെ സാധ്യത കുറവാണ്. ഐസെൻട്രോപിക് പ്രോസസ്. ഹലോ, ഈ ഓഡിയോക്ക് പ്രശ്നമുണ്ടോ? ഭയങ്കര പ്രശ്നമുണ്ടോ? ഇല്ല സർ, കേൾക്കുന്നുണ്ട്. ഇല്ല സർ, കേൾക്കുന്നുണ്ട്. കുറച്ച് പേരുടെ മാത്രം മെസ്സേജ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രോസസ്സ് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ടു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആൻഡ് ടു ഐസെൻട്രോപിക് പ്രോസസ് ആണ് എന്ത്, ഓട്ടോ സൈക്കിൾ. അടുത്ത പ്രോസസ്സ് ഡീസൽ സൈക്കിളാണ്. അതായത് അതൊരു കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ് പറയുക. അതിനകത്ത് വൺ കോൺസ്റ്റന്റ് പ്രഷർ, ടു ഐസെൻട്രോപിക് ആൻഡ് വൺ കോൺസ്റ്റന്റ് വോളിയം. ഇത്രയും പ്രോസസ്സാണ്. സോ ഇത് ഏതൊക്കെ ഇതിനകത്താണ് എന്നുള്ളത് നമുക്ക് ഇമ്മെറ്റീരിയൽ ആണ്. നമുക്കത് അതിന്റെ വർക്കിങ്ങോടെ പഠിച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ബേസിക്കലി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ ഏതാണ്, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ ഏതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഡ്യൂവൽ കമ്പസ്റ്റൻ സൈക്കിൾ ഉണ്ട്. അതായത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സൈക്കിളിനെയാണ് നമ്മൾ ഡ്യൂവൽ കമ്പസ്റ്റൻ സൈക്കിൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സിലിണ്ടർ, സിംഗിൾ സിലിണ്ടർ, മൾട്ടി സിലിണ്ടർ. ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫയറിംഗ് ഓർഡർ ആണ്. അതായത് ഒന്നിലധികം സിലിണ്ടേഴ്സ് ഉള്ളപ്പോൾ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിൽ അറ്റ് എ ടൈമിൽ ഒന്നിച്ചായിരിക്കില്ല
ഇക്വേഷൻ നടക്കുക. കാരണം അങ്ങനെ ഇക്വേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ബാലൻസിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു ഫയറിംഗ് ഓർഡർ ഉണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിന്റെ ഫയറിംഗ് ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു 3 സിലിണ്ടർ എഞ്ചിനിൽ നോർമലി യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല സ്പെഷ്യലൈസ്ഡ് എഞ്ചിൻസിൽ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫയറിംഗ് ഓർഡേഴ്സ് ആണ്. അതായത് PCക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് വരുന്ന സാധനങ്ങൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു 3 സിലിണ്ടർ എഞ്ചിനിൽ 132 ആണ്. അതായത് ഒന്നാമത്തെ സിലിണ്ടർ, മൂന്നാമത്തെ സിലിണ്ടർ, രണ്ടാമത്തെ സിലിണ്ടർ, അത്രയുള്ള അതിന്റെ മീനിങ്. 132 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സിലിണ്ടർ, മൂന്നാമത്തെ സിലിണ്ടർ, രണ്ടാമത്തെ സിലിണ്ടർ. അതായത് ഇപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുന്നത് ഇതുപോലെ ഒരു സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത്, ഫസ്റ്റ് സിലിണ്ടർ, സെക്കൻഡ് സിലിണ്ടർ, തേർഡ് സിലിണ്ടർ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഒരു ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ 1, 2, 3. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫയറിംഗ് ഓർഡർ 3 സിലിണ്ടറിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 1, 3, 2 എന്നുള്ള ഓർഡറാണ്. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ഇൻലൈൻ, ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇൻലൈൻ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇൻലൈൻ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നേരെ തന്നെ അറേഞ്ച് ചെയ്യണം. ഒപ്പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സിലിണ്ടർ ഇങ്ങനെയായിരിക്കും, അപ്പൊ പിസ്റ്റൺ എന്തായിരിക്കും, ഇങ്ങനെ ഒപ്പോസ്ഡ് ഇതിലായിരിക്കും. വേറൊരു അറേഞ്ച്മെന്റ് ആണ് വി ഇതിൽ. അതായത് സിലിണ്ടർ ഹെഡ് എങ്ങനെയായിരിക്കും, ഇതുപോലെ വി രീതിയിലായിരിക്കും, വി ഷേപ്പിലായിരിക്കും. ഇവിടെ ഒരു പിസ്റ്റൺ, ഇവിടെ ഒരു സിലിണ്ടർ, അതായത് ഒരു വി രീതിയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഒപ്പോസ്ഡ്. ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ഇതിനകത്ത് നിങ്ങൾക്ക് അത്രയും പേടിക്കുന്നത് വേണ്ട. ഇതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു 6 സിലിണ്ടർ അല്ലെങ്കിൽ 4 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ചോദിക്കും. അപ്പോൾ നമുക്ക് ആ വിയും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇതാണ് വി എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഹലോ, കേൾക്കാമോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ് സർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. സർ, ആ വി എഞ്ചിൻ ഒന്നും കൂടെ ഒന്ന് പറയാമോ? അപ്പൊ 2 ഇത് വന്നു, അപ്പൊ മൾട്ടി സിലിണ്ടർ ആയിട്ട് എങ്ങനെയാ വെക്കുന്നത് എന്ന് മനസ്സിലായില്ല. വിയിൽ അപ്പൊ 2 വെക്കാൻ പറ്റുള്ളൂ? അല്ല, 6 വരെ വെക്കാം. ഇതിപ്പോ നമ്മളൊരു 2 ഡയമെൻഷനൽ ആയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെ തന്നെ അടുത്ത് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളൊരു എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിനെ ബാലൻസിങ് ചെയ്യാൻ. അല്ലാണ്ട് ഇവിടെ ഒരു ഈ സൈഡിലേക്ക് ഇപ്പൊ നമുക്ക് ഇതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും പറയാം, ശരിയല്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് 2 ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് 2 ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് 3 ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് 3 ആയിരിക്കും. അങ്ങനെ ഇതിന്റെ ബാക്കിലേക്ക് സർ അപ്പം 3 സിലിണ്ടറിലൊക്കെ ഇങ്ങനെ വി പറ്റില്ല? 3 സിലിണ്ടറിൽ വി പറ്റില്ല. 3 3 സിലിണ്ടറിൽ 5 സിലിണ്ടറിൽ വി പറ്റില്ല. ഇതിനകത്ത് ഈ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഓപ്പോസിറ്റിലും ഈവൻ നമ്പർ തന്നെ വേണോ സർ? ഓപ്പോസിറ്റിലും ഈവൻ നമ്പർ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ബാലൻസിങ്ങിനെ ഇത് അഫക്ട് ചെയ്യും. കാരണം ഒരു സൈഡിൽ കുറവായിരിക്കും, അപ്പോൾ ഒരു സൈഡിൽ കൂടുതൽ പവർ വരും. ഓക്കെ, നമ്മുടെ കോമൺ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ പവർ സ്പേസിന്റെ ഒരു കേസിനകത്താണ് ഇത് വരുന്നുള്ളൂ. നമുക്ക് അത്രയും ഡെപ്തിലേക്ക് പ്രശ്നം പ്രതീക്ഷിക്കേണ്ട. ഇതാണ് നോർമൽ അറേഞ്ച്മെന്റ്, ഇൻലൈൻ അറേഞ്ച്മെന്റ്, നേരെ തന്നെ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ അതിനകത്ത് വീഡിയോയും കൂടി ഒന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞത്. നമ്മൾ പഠിച്ചു വെച്ചേക്കുക, ഇൻ കേസ് ചോദിച്ചാൽ. അപ്പൊ നമുക്കൊരു മാക്സിമം 6 സിലിണ്ടറിന്റെ വരെ നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്താൽ 6 സിലിണ്ടർ ആണ് ഒരു കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമുകൾക്കും. അപ്പോൾ 3 സിലിണ്ടറിന്റെ ഫയറിംഗ് ഓർഡർ ഇതാണ്. 4 സിലിണ്ടറിന്റെ ഇൻലൈൻ ആണെങ്കിൽ 1342 അല്ലെങ്കിൽ 1243 ആണ്. ഇത് 2 ഓപ്ഷനുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഒരിക്കലും മറന്നു പോകരുത്. രണ്ടാമത്തത് ചില പർട്ടിക്കുലർ എൻജിൻസിൽ മാത്രം, അതൊരു എന്താണ്, ചില പ്രത്യേക റീജിയനിൽ പർട്ടിക്കുലർ എൻജിൻസിൽ മാത്രം കാണുന്ന ഒരു ഇതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇതാണ് കോമൺ, ഇതാണ് ഓപ്ഷൻസിൽ അധികവും കാണുന്നത്. സോ 1342 മറന്നു പോയിരിക്കുക. 4 സിലിണ്ടർ ഹൊറിസോണ്ടൽ ഒപ്പോസ്ഡ് എഞ്ചിൻ, അതും ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. ഞാൻ അങ്ങ് ഇട്ടുന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പോസിറ്റ് എഞ്ചിൻ എന്താണെന്ന് മനസ്സിലായല്ലോ. 4 എഞ്ചിൻസിൽ 2 എണ്ണം ഒരു സൈഡിൽ, 2 എണ്ണം അപ്പുറത്തെ സൈഡിൽ. അതിനെയാണ് 1432. 5 സിലിണ്ടർ എഞ്ചിൻ 12453 ആണ് കോമൺ. 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ ആണെങ്കിൽ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഫയറിംഗ് ഓർഡർ ആണ് ഈ 6 സിലിണ്ടർ എഞ്ചിന്റെ 153624. ഇതൊന്ന് ഉറപ്പായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക.
ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ഇപ്പോൾ മെക്കാനിക്കലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടില്ല ഇത്. മെക്കാനിക്കലിൻ്റെയൊക്കെ എല്ലാ എക്സാമുകൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫയറിംഗ് ഓർഡറിൻ്റെ 6 സിലിണ്ടർ എഞ്ചിനായിരിക്കും. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇനി ഇതാണ് അതിൻ്റെ ബി എഞ്ചിൻ, 6 സിലിണ്ടർ എഞ്ചിൻ, 6 സിലിണ്ടർ ബി എഞ്ചിൻ. ഓക്കെ, അതിൻ്റെ അതായത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്, R1 റൈറ്റ് സൈഡിലെ ഫസ്റ്റ് സിലിണ്ടർ, L2 ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് സിലിണ്ടർ, R2 റൈറ്റ് സൈഡിലെ സെക്കൻഡ് സിലിണ്ടർ, L3 ലെഫ്റ്റ് സൈഡിലെ തേർഡ് സിലിണ്ടർ, L1 ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് സിലിണ്ടർ, R3 റൈറ്റ് സൈഡിലെ തേർഡ് സിലിണ്ടർ. ഓക്കെ, അതാണ് R1, L2, R2, L3, L1, R3 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇൻ കേസ് നമ്മൾ അഡീഷണൽ ആയിട്ട് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. കാരണം ഇൻ കേസ് ചോദിച്ചിട്ടൊന്നും കണ്ടെത്തുന്നില്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിനകത്ത് ഈ ഫയറിംഗ് ഓർഡർ ഒരു ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. ഒരു കോമൺലി ചോദിക്കുന്ന കുറച്ച് ഫയറിംഗ് ഓർഡേഴ്സ് ആണ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, അതെ, ക്ലിയർ ആണ് സർ. അത് ഞാൻ കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള വ്യത്യാസമാണ്. ഒരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. നമ്മൾ സെറ്റിങ്സിന് കുറച്ച് സമയം എടുത്തു. നമുക്ക് വെക്കുന്ന തന്നെ സ്പീഡ് ഓഫ് എഞ്ചിൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്, ഇതൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് പറയുന്നുണ്ട്. ഇതും ഒരു എക്സ്ട്രാ നമ്മൾ ഇടുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് വേണമെങ്കിൽ വരാം വാൽവിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട്. ഓവർ ഹെഡ്, സൈഡ് വാൽവ്, ഐ ഹെഡ് അല്ലെങ്കിൽ എൽ ഹെഡ്. ഇതിനകത്തൊരു എഫ് എന്ന് പറഞ്ഞിട്ട്, എഫ് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. നമ്മളൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു അഡീഷണൽ ടോപ്പിക് ആയിട്ട് ഇട്ടായിരുന്നതാണ്. 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ വരുമ്പോൾ വാൽവ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, വാൽവ് എന്താണ്, നമ്മൾ സിലിണ്ടർ ഹെഡിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അത് എല്ലാ കേസിലും സിലിണ്ടർ ഹെഡിലൊന്നും ആയിരിക്കില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഈ 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവിന് പകരം നമ്മൾ പോർട്ടുകളാണ് യൂസ് ചെയ്യുക. അവിടെ വാൽവ് ഉണ്ടാവില്ല, കുറച്ച് ഓപ്പണിങ്സ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പോർട്ടിനനുസരിച്ചിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ നോട്ട്, ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ നോട്ട്സ് ആണിത്. സിലിണ്ടർ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ മെറ്റീരിയൽ, ഇതിന്റെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതാണ്. ഞാൻ വായിച്ചങ്ങ് വിട്ടു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ? ഹലോ, ശരി സർ. ക്വസ്റ്റ്യൻസ്, കാരണം ഇത് നമ്മൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ പറയാതെ വിട്ടുപോയ പിസ്റ്റൺ റിങ്ങിന്റെ കാര്യം മാത്രമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ സിലിണ്ടർ എന്താണെന്നുള്ളത് പറഞ്ഞു, അതിന്റെ മെറ്റീരിയൽ, ഇത്രയും സാധനങ്ങളൊന്നും പഠിക്കുക. അതിന്റെ നോട്ട്സ് ഞാൻ ഇട്ടേക്കാം. മെറ്റീരിയൽ, അതിന്റെ സിലിണ്ടർ ഹെഡ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഏറ്റവും ടോപ്പിലുള്ളതാണ് എക്സോസ്റ്റ് വാൽവ്, സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ, അതെല്ലാം മൗണ്ട് ചെയ്യുന്നതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഇതൊരു ഹോളോ പാർട്ടാണ്. ഇതിനുള്ളിലാണ് നമ്മുടെ പിസ്റ്റൺ. അപ്പൊ ഇതിനെ ടോപ്പ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഈ കവർ ചെയ്യുന്ന സാധനമാണ് സിലിണ്ടർ ഹെഡ്. അപ്പോൾ ഇവിടെ ഒരു ലീക്കിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്യാസ്കറ്റ് കൊടുക്കും. അപ്പോൾ ആ ഗ്യാസ്കറ്റ് സാധാരണ കോപ്പർ ഓർ ആസ്ബസ്റ്റോസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പേര് ഓർത്ത് വയ്ക്കുക. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ്കറ്റ് മെറ്റീരിയൽ. ഓക്കെ, എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ സിലിണ്ടറും സിലിണ്ടർ ഹെഡും എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സിലിണ്ടർ ഹെഡ് നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആ കവറിംഗ് പ്ലേറ്റിന് പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ്. അതും ക്വസ്റ്റ്യൻസ്, ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പിസ്റ്റൺ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് മെറ്റീരിയൽ, ഇതിനകത്ത് ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇതിനകത്ത് ടു അവോയ്ഡ്, ഏറ്റവും കൂടുതൽ വെയർ ആൻഡ് ടയർ വരുന്ന ഒരു കമ്പോണന്റ് ആണ് പിസ്റ്റൺ. ടു അവോയ്ഡ്
വെയർ ആൻഡ് ടെയർ വിച്ച് എലമെന്റ് ഈസ് കോട്ടഡ്. അപ്പൊ ഇതിനകത്തൊരു ക്രോമിയം കോട്ടഡ് ആയിരിക്കും കേട്ടോ, ക്രോമിയം കോട്ടഡ് ആയിരിക്കും ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ. ഇത് കൂടി നോട്ട് ചെയ്യുക, ക്രോമിയം കോട്ടഡ് ആണ് ഈ പിസ്റ്റൺ. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ടോപ്പിക്കാണത്, പിസ്റ്റൺ റിംഗ്. നമുക്കറിയാം സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ എന്ത് ചെയ്യുകയാണ്, സ്ലൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ളിൽ എന്ത് ചെയ്യരുത്, ലീക്കേജ് ചെയ്യരുത്. എന്തൊക്കെ ലീക്ക് ചെയ്യരുത്, നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് അല്ലേ. ഈ പിസ്റ്റൺ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു നമ്മൾ ബാക്കിലേക്ക് പോകുന്നില്ല, ഇതാണ് പിസ്റ്റൺ അല്ലേ, ഇതാണ് സിലിണ്ടർ. അപ്പോൾ ഇവിടെയാണ് ഗ്യാസ്, ഈ ഹോട്ട് ഗ്യാസ്. ഈ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യരുത്, ഇതുവഴി ലീക്ക് ചെയ്ത് വരരുത്. ആ പ്രോസസ്സിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ, അതൊക്കെ നമുക്കൊന്ന് പഠിക്കാനുള്ള പേരുകളാണ്. അത് ഞാൻ സെപ്പറേറ്റ് ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഈ താഴേക്ക് എന്ത് ചെയ്യരുത്, താഴേക്ക് ലീക്ക് ചെയ്യരുത്. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഒരു റിങ്, അപ്പർ റിങ്. ഓക്കെ, ഇനി അടുത്തത് ഈ പിസ്റ്റൺ എന്ത് ചെയ്യാണ്, ഈ സിലിണ്ടറിനുള്ളിൽ സ്ലൈഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അവിടെയുള്ള ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു റിങ്ങിന്റെ ഫംഗ്ഷൻ രണ്ട് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് റിംഗ് ആണ്, അപ്പർ റിംഗ് ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഈ അപ്പർ റിങ്ങിന്റെ പേര് ചോദിക്കാം, അതിനെ കംപ്രഷൻ റിംഗ് എന്നാണ് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ പഠിക്കാം, എന്താണ്, പ്രിവെന്റ് ലീക്കേജ് ഓഫ് ദ ബേൺ ഗ്യാസ്. അതായത് ഇവിടുന്ന് ഹോട്ട് ഗ്യാസ് താഴേക്ക് ലീക്ക് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്നതാണ് കംപ്രഷൻ റിംഗ് ഓർ അപ്പർ റിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റിംഗ് ഓയിൽ റിംഗ് ആണ്. നമ്മൾ പറഞ്ഞ ലൂബ്രിക്കേഷൻ ഓയിൽ, ഇത് സ്ലൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ആണ്. അപ്പോൾ ഇവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ റിംഗ്, ഓയിൽ റിംഗ് ഓർ ലോവർ റിംഗ്. സീൽ ടു പ്രിവെന്റ് ലീക്കേജ് ഓഫ് ഓയിൽ ഇൻ ടു ദ എൻജിൻ സിലിണ്ടർ. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ രണ്ട് സാധനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രോസസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസസ്സ് പറയാം. ഓയിൽ ലീക്ക് ചെയ്യുന്നതിനും ഒരു പേരുണ്ട്, ഹോട്ട് ഗ്യാസ് ലീക്ക് ചെയ്യുന്നതിനും ഒരു പേരുണ്ട്. സെപ്പറേറ്റ് ചെയ്യുന്നത് ബ്ലോ ബൈ എന്നാണ് പറയുക. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കണക്റ്റിംഗ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളാണ്. നമ്മൾ ആ ഫിഗറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ക്രാങ്ക് ഷാഫ്റ്റ്, അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ. ഇതെല്ലാം നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞ ടോപ്പിക്കുകളാണ്. ക്രാങ്ക് കേസ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് നമുക്ക് കൂളിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേടൊന്ന് ഓർത്തിരിക്കണം, നല്ലതായിരിക്കും. അതായത് ഈ പിസ്റ്റൺ സിലിണ്ടർ എന്നിട്ട് എന്തായിരിക്കും, ഇത് നേരെ വരുന്നത് ഒരു ഷാഫ്റ്റിലേക്കാണ് അല്ലേ. ഇതിനെ മൊത്തത്തിൽ എൻക്ലോസ് ചെയ്യണ ഈ പോർഷനില്ലേ, ഇതിനെയാണ് നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയാം. ഇത് മൊത്തത്തിൽ എൻക്ലോസ് ചെയ്യുന്ന ആ പോർഷനാണ് നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് നമ്മൾ കീപ്പ് ചെയ്യണത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂളിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ ആ ടൈം വീണ്ടും ഒന്നത് വരും. അതല്ലാതെ അതിനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്ന ഏരിയ അല്ല. ഫ്ലൈ വീൽ നമ്മൾ പറഞ്ഞു, ഒരു വീല് എവിടെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഇത്രയേ ഉള്ളൂ. സ്പീഡ് കോൺസ്റ്റന്റ് ആക്കുക. സ്പീഡ് കോൺസ്റ്റന്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, നമുക്ക് പവർ കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഹൈ സ്പീഡിൽ പോവും, ബാക്കിയുള്ളതിനകത്തേക്ക് പവർ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ പവർ എങ്ങനെയാണ് ആദ്യം കിട്ടിയത്, ആ ഫ്യൂവൽ ബേൺ ചെയ്തപ്പോഴുള്ള സ്ട്രോക്കിൽ നിന്നും ആ പ്രോസസ്സിൽ നിന്നും കിട്ടിയത് ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്യും, ബാക്കിയുള്ളതിലേക്ക് എന്ത് ചെയ്യും, ഇത് സപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഈവനാകും. അപ്പോൾ ഇതിന് ഫങ്ഷൻസ് ഇതാണ്. ഒന്ന് സ്പീഡ് കോൺസ്റ്റന്റ് ആക്കും, എക്സസ് എനർജി ഡ്യൂറിങ് പവർ സ്ട്രോക്ക്. ആ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ആ സ്ട്രോക്കിനെ പറയുന്ന പേരാണ് പവർ സ്ട്രോക്ക്. അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ട്രോക്കുകൾക്ക് സപ്ലൈ ചെയ്യും. മെയിനായിട്ട് ഈ രണ്ട് ഫംഗ്ഷനാണ് ഇതിനുള്ളത്. ഈ ഫംഗ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒന്ന് സ്പീഡ് കോൺസ്റ്റന്റ് ആക്കുക, മറ്റത് എക്സസ് എനർജി സ്റ്റോർ ചെയ്ത് അടുത്ത സ്ട്രോക്കിലേക്ക് സപ്ലൈ ചെയ്യുക. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. ആ പിസ്റ്റൺ റിംഗ് ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കവർ ചെയ്തതിൽ പിസ്റ്റൺ റിംഗും ഈ ഫ്ലൈ വീലിന്റെ ഫംഗ്ഷനുമാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചോദിക്കുക. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യാണ്. ഇത് നമ്മൾ പറഞ്ഞാണ് ഡിസ്പ്ലേസ്മെന്റ് വോളിയം.
അതായത് അത് നമ്മൾ ഏരിയ ഓഫ് സിലിണ്ടർ ഇൻറ്റു എന്താണ് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അതായത് ഇതിനെ നമ്മൾ പറയുന്നത് ബോർ ഇൻറ്റു സ്ട്രോക്ക് ആണ്. എന്ത് സെപ്റ്റോളിയം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വോളിയം. ഇതൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഇതിനകത്ത് സാധാരണ നമ്മളൊരു ഡെഫിനേഷനിലേക്കാണ് പോകുന്നത്. ആ ഡെഫിനേഷൻ ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു എക്സ്ട്രീം കേസിൽ ഒരു സിമ്പിൾ പ്രോബ്ലം എന്തെങ്കിലും വന്നാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഓർ സെപ്റ്റോളിയം, അതായത് ബോർ ഇൻറ്റു സ്ട്രോക്ക് ആണ് ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഓർ സെപ്റ്റോളിയം. സാധാരണ ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെ. ക്ലിയറൻസ് വോളിയം ഇത് നമ്മൾ പറഞ്ഞു, അതിന്റെ ടോപ്പ് ഡെഡ് സെന്ററിലുള്ളതാണ്. ടോട്ടൽ വോളിയം ഇതിനെയാണ് നമ്മൾ സിലിണ്ടർ വോളിയം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണതാണ്. സെപ്റ്റോളിയം കൂടി ക്ലിയറൻസ് വോളിയം ആഡ് ചെയ്യുന്നതാണ് എന്ത് സിലിണ്ടർ വോളിയം. ഇത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ കണ്ടു. കംപ്രഷൻ റേഷ്യോ ഒരു 98% പോസിബിലിറ്റി കൂടി ഒരു ക്വസ്റ്റ്യൻ ആണ്. കംപ്രഷൻ റേഷ്യോ ആർ ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. ഇതൊന്ന് ഓർത്തിരിക്കണം. ഈ ഡെഫിനേഷൻ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. ടോട്ടൽ വോളിയം നമ്മൾ എന്തായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്? ക്ലിയറൻസ് വോളിയം പ്ലസ് സെപ്റ്റോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഈ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഒരു എക്സാമിന് ഇൻ ടേംസ് ഓഫ് ഈ ഇക്വേഷൻ